മുൻ മന്ത്രി ആന്റണി രാജുവിന് വലിയ തിരിച്ചടി. തൊണ്ടിമുതൽ കേസ് പുനരന്വേഷിക്കാമെന്ന് സുപ്രീം കോടതി. വിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ലഹരി കേസിലെ വിദേശിയെ രക്ഷിക്കാൻ വേണ്ടി തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, ആന്റണി രാജു കഴിഞ്ഞ ആഴ്ചകളിൽ മാസങ്ങളിലൊക്കെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. എല്ലാം അവസാനിച്ചു, ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു എന്നൊക്കെ. പക്ഷെ വീണ്ടും ആന്റണി രാജു കുരുക്കിലേക്കോ? ഈ കനത്ത തിരിച്ചടിയാണ് മുൻമന്ത്രി ആന്റണി രാജുവിനെ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. ആന്റണി രാജു പുനരന്വേഷണം നേരിടണമെന്നും 1 വർഷത്തിനകം വിചാരണ നേരിടണമെന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിൽ, അതായത് ഇത് സംബന്ധിച്ച് പുനരന്വേഷണം സ്റ്റേ ചെയ്യത്തില്ല എന്നുള്ള ഹൈക്കോടതി ഉത്തരവിൽ പിഴവില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസ് വളരെ ഗുരുതരമാണെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നതും അങ്ങനെയായിരുന്നു സത്യവാങ്മൂലം നൽകിയിരുന്നത്. അതേപോലെ തന്നെ ഈ ലഹരി മരുന്ന് കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ്. അതായത് ഇതിൽ ഒരു ഓസ്ട്രേലിയൻ പൗരൻ അടിവസ്ത്രത്തിൽ മയക്കുമരുന്നുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലാവുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തിയപ്പോൾ വിചാരണ കോടതിയിൽ തൊണ്ടിമുതലായ അടിവസ്ത്രം ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു മാറ്റി എന്നുള്ളതായിരുന്നു കേസ്. അന്ന് ഈ പിടിയിലായ പ്രതിയുടെ ശരീരത്തിനനുസരിച്ചുള്ള അടിവസ്ത്രമായിരുന്നില്ല കോടതിയിൽ തെളിവായി അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ വിചാരണ സമയത്ത് എത്തിച്ചത് എന്നുള്ളതാണ്. ഇത് പിന്നീട് ഇയാൾ മറ്റൊരു കേസിൽ വിദേശത്ത് പിടിയിലാകുകയും അങ്ങനെ അവിടുത്തെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇവിടെ ഇത്തരമൊരു കൃത്രിമം നടന്നതായി സമ്മതിക്കുകയും പിന്നെ ഇന്റർപോൾ അടക്കം സംസ്ഥാന പോലീസിന് കത്തെഴുതിയാണ് ഈ ഒരു വിഷയം പോലീസിനെ ധരിപ്പിച്ചത്. അതിനുശേഷം 96-ൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് പോലീസ് രജിസ്റ്റർ ചെയ്താണ് തുടർ നടപടികളിലേക്ക് നീങ്ങിയത്. ഇത് വിചാരണ കോടതി 10 വർഷത്തേക്കായിരുന്നു അന്ന് ശിക്ഷ വിധിച്ചിരുന്നത്. ഈ പ്രതിക്ക് വിചാരണ കോടതി 10 വർഷത്തേക്ക് ശിക്ഷ വിധിച്ചിരുന്നു. അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. എന്നാൽ ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ പിന്നീട് സ്റ്റേ നൽകുന്ന സാഹചര്യം, സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സ്റ്റേ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയ്മോഹനാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് വീണ്ടും ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമ പോരാട്ടത്തിലേക്ക് അതുപോലെ ഇതിൽ സുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ ഇടയാക്കിയത്. മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. തൊണ്ടിമുതൽ കേസ് പുനരന്വേഷിക്കാമെന്ന് സുപ്രീം കോടതി. വിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനും സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ലഹരി കേസിലെ വിദേശിയെ രക്ഷിക്കാൻ വേണ്ടി തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു S. നന്ദഗോപൻ.